ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലുണ്ടായിരുത്തിട്ടുള്ള മാങ്ങ വെച്ചിട്ട് നമ്മൾ അടിപൊളി ഒരു ഫ്രൂട്ടിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളാണ്. അതേപോലെ തന്നെ 10 രൂപ കൊടുത്ത് ഇനി നമുക്ക് ആരും കടയിൽ പോയി ഫ്രൂട്ടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാനായിട്ട് പറ്റും. ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെയാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. കുഞ്ഞു മക്കൾക്കൊക്കെ നമുക്ക് ധൈര്യത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഫ്രൂട്ടിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഫ്രൂട്ടിയുടെ റെസിപ്പി ആട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ കടയിൽ പോയിട്ട് 10 രൂപ കൊടുത്ത് ബോട്ടിൽ വാങ്ങിച്ചു കൊടുക്കാറില്ലേ, അതേപോലെ തന്നെ നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇപ്പം നല്ല പോലെ മാങ്ങ ഉണ്ടാകുന്ന സീസണാണല്ലേ, വെറുതെ ഒരു കാറ്റിന് തന്നെ നമുക്കിത് കൊഴിഞ്ഞാടി വീഴും. അപ്പോൾ ആരും വേസ്റ്റാക്കി കളയണ്ട. നമുക്ക് ഇതേപോലെ ഫ്രൂട്ടിയൊക്കെ റെഡിയാക്കി നമുക്ക് ഒരു 6-7 മാസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിൽ ഉണ്ടായെടുത്തിട്ടുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ കുറച്ചധികമാണ് ഞാൻ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർ ഇത് ഇടയ്ക്ക് വന്ന് കുടിച്ചുളിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 വശം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാങ്ങ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ 2 വശം നമ്മളൊന്ന് കീറിയിട്ടിട്ട് ഇതിൻ്റെ ഫുള്ള് ആ ഒരു പ്യൂരി നമുക്ക് കിട്ടണം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 2 വശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉള്ളിൽ കേടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്തിട്ടുള്ളത് കാരണം എല്ലാവരും മാങ്ങൊക്കെ എടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ചെടുക്കുക. ചെറിയ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചെടുക്കാം. ഇനി നമുക്കിതൊരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് 2 വിസിൽ വരെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒത്തിരി വെള്ളമൊന്നും ആയി പോകണ്ട. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രൂട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ ഒരു 2 വിസിൽ വരെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ മാങ്ങ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി നമുക്കിതാ നമ്മുടെ മാങ്ങയുടെ പ്യൂരി നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് വേണം നമുക്കിത് ഇതിൻ്റെ നിന്നുള്ളത് പൾപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്ക് വന്നിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ മുഴുവനായിട്ട് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത് ഒത്തിരി പോലും നമുക്കിതിൻ്റെ പൾപ്പ് നഷ്ടപ്പെട്ടു പോകില്ല കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ നമ്മൾ കൈ വെച്ച് നല്ല പോലെ നമ്മളൊന്ന് അമർത്തി പിഴിഞ്ഞെടുത്താൽ തന്നെ നമ്മുടെ മാങ്ങയിൽ നിന്നുള്ള ആ ഒരു പൾപ്പ് നമുക്ക് മുഴുവനായിട്ടും കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫുള്ളായിട്ട് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കത്തി വെച്ച് നമ്മൾ എത്ര അരിഞ്ഞെടുത്തു കഴിഞ്ഞാലും നമുക്കിത് ക്ലിയർ ആയിട്ട് കിട്ടില്ല. ഇത്രയും തിക്നെസ്സും നമുക്ക് നമ്മുടെ ഫ്രൂട്ടിക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മുഴുവനായിട്ടും നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് കൈ വെച്ചൊന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പൾപ്പ് നല്ല പോലെ അങ്ങ് കിട്ടും. അപ്പം ഞാനെല്ലാം ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയുടെ പൾപ്പൊക്കെ നമുക്ക് നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഫ്രൂട്ടിയൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പഴുത്തെടുത്തിട്ടുള്ള മാങ്ങ നമ്മൾ കുക്കറിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ വേറൊരു സ്മെല്ലല്ലേ, നല്ലൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അരിച്ചും കൂടെ എടുക്കണം. കാരണം നമ്മുടെ മാങ്ങക്ക് നല്ല നാരുകളുണ്ടാവും. അത് നമുക്ക് വേണ്ട. നമുക്ക് ഫ്രൂട്ടി കുടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല സ്മൂത്തായിട്ടുള്ള കുറച്ച് തിക്കില്ലാത്ത ഡ്രിങ്ക് ആണല്ലോ, അതുപോലെ നമുക്കിതൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഒഴിച്ച് നമുക്കൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. മാങ്ങയുടെ മിക്സ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു
ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് മാറ്റിയെടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ അരിച്ചെടുത്ത് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു മാങ്ങയുടെ ആ ഒരു നാര് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതാ ഞാനെല്ലാം മാങ്ങ നല്ല പോലെ അരിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ. നമുക്കിത് ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഐസ്ക്രീം ആയാലും അതേപോലെ ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊരു ഡ്രൈ ആയ ബൗളിലേക്ക് നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാം. നമ്മളിവിടെ ഇതേപോലെ ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഞാനിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്ന കേട്ടോ. നമുക്കിത് ആവശ്യത്തിന് നമുക്ക് ഒരു അരമണിക്കൂർ മുന്നേ ഒന്ന് മാറ്റിയെടുത്താൽ മതിയാവും. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ ഒരു തവി പഞ്ചസാര ചേർത്തെടുക്കുന്നുണ്ട്. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി ചേർത്തെടുക്കാം. കുറച്ചും കൂടെ ചേർക്കാം. 1.5 തവി പഞ്ചസാര നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ ഫ്രൂട്ടി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ പിള്ളേരങ്ങ് കഴിച്ചോളൂ. ഇനി ഞാനിതിലേക്ക് ഒരു 6-7 മാസം നമുക്കിത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അത്രേ വേണ്ടൂ. അതെല്ലാം നിങ്ങൾക്ക് പച്ച മാങ്ങ ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഴുത്ത മാങ്ങ കുക്കറിൽ വേവിച്ചെടുത്തില്ലേ, അതേപോലെ തന്നെ നമുക്ക് പച്ച മാങ്ങയെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ആ ഒരു ചെറിയ പുളി ഇതിന് വേണം. അപ്പോൾ നമുക്ക് മധുരം നോക്കിയിട്ട് ഇനി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 തവി പഞ്ചസാര നമ്മൾ ചേർത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം നമ്മളിതിട്ടിട്ട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു വെള്ളവും നമ്മുടെ ഈ ഒരു മാങ്ങയുടെ ഒരു പൾപ്പും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സായി കിട്ടണം, അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ ഇതാ ചെറിയൊരു ചൂട് വന്നിട്ടുണ്ട്, ഇത്രയും മതി. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൂട്ടിയുടെ ആ ഒരു കളർ വന്നില്ലേ, കണ്ടില്ലേ, നമ്മൾ ചെറിയൊരു ചൂടാക്കി എടുത്തിട്ടുള്ളൂ. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ ഇതാ ഓപ്ഷനിലാണ് നമ്മുടെ മാംഗോയുടെ മിക്സ്. ഇതിൽ നമുക്ക് മാംഗോ എസൻസും കളറും കൂടെ വരുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഡ്രോപ്പ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലായിട്ട് ഉള്ള ആ ഒരു ഫ്ലേവറാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അത്യാവശ്യം മാങ്ങ നല്ലപോലെ വേവിച്ചെടുത്തിട്ട് അത്യാവശ്യം പൾപ്പിലാണ് നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും നമ്മുടെ മാങ്ങക്കൊക്കെ നല്ല മധുരമുണ്ട്, അത്യാവശ്യം നല്ല കളറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി നമുക്കിതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഇതിലേക്ക് എസൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഇത് അപ്പം നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് ഞാനിതാ ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഞാൻ ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടില്ല, ആ ഒരു ടെക്സ്ചറിൽ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അടിപൊളി സ്മെല്ലും കൂടെ കേട്ടോ. നമ്മുടെ ആ ഒരു മാംഗോയുടെ ഫ്ലേവർ നമുക്ക് നല്ല പോലെ കിട്ടുന്നുണ്ട്. ഇതാ നമ്മുടെ മക്കൾ 10 രൂപക്ക് കടയിൽ പോയി വാങ്ങിച്ച് കുടിക്കുന്ന അടിപൊളി ഫ്രൂട്ടി നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ ഉണ്ടായെടുത്തിട്ടുള്ള മാങ്ങ വെച്ചിട്ട് നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചെടുക്കുന്ന 10 രൂപയുടെ ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇനി മാങ്ങ ഒന്നും കളയണ്ട, ഇതേപോലെ സ്റ്റോർ ചെയ്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ എടുത്ത് നമുക്ക് നമ്മുടെ മക്കൾക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് കൂളാക്കിയതിന് ശേഷം വേണം നമുക്കിത് തംബ്ലൈനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതാ നിങ്ങൾക്ക് വീഡിയോയിൽ ഒരു ഗ്ലാസ്സാണ് നമ്മൾ ഒഴിച്ച് കാണിക്കുന്നത്. ഇനി ഇത് പിള്ളേർ വരുമ്പോഴേക്കും നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്ത് അവർക്ക് കൊടുക്കുന്ന സമയത്ത് ഞാനിത് തംബ്ലൈൻ എടുക്കുള്ളൂ കേട്ടോ.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആദ്യം മാംഗോയുടെ നല്ല അടിപൊളി ഫ്ലേവറിൽ തന്നെ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.